ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐസ്ക്രീമാണ്. കരിക്ക് കൊണ്ടുള്ള ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കരിക്കിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് കരിക്കിൻ്റെ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലോട്ട് ഇനി 1/2 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പൾപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഈ കരിക്കിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. കുറഞ്ഞൊരു 6 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റായിട്ട് വരാൻ, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേനാണ് ഒഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റി കുക്കിങ്സ്.